സമ്മർ ക്രോപ്സിന്റെ വിത്തുകളൊക്കെ ഞാൻ പാകിയത് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പാകിയ വിത്തുകളൊക്കെ മുളച്ചൊന്ന് നോക്കിയാലോ ഇന്ന്. ഈ ഒരു ട്രേയിൽ വഴുതനങ്ങയും മുളകുമാണ് കേട്ടോ നട്ടിരിക്കുന്നത്. മുളച്ച് വന്നിട്ടില്ല, മുളകൾ പൊട്ടി വരുന്നതേ ഉള്ളൂ. ഇത് കുറ്റിപ്പയറിന്റെ തൈകളാണ്. പാകിയ വിത്തുകളെല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. അടുത്തത് പീച്ചിങ്ങയുടെ തൈകളാണ്. 4 വിത്തുകൾ പാകിയതിൽ 3 എണ്ണം മുളച്ച് വന്നിട്ടുണ്ട്. ഇത് പൊട്ടുവെള്ളരിയുടെ തൈകളാണ്. പിന്നെ കജാരി മെലൻ, കാനറി മെലൻ, ഹണിഡ്യൂ മെലൻ, മസ്ക് മെലൻ്റെ 3-4 വെറൈറ്റീസ് ഇതെല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. 4 വിത്തുകൾ വീതമാണ് കേട്ടോ ഒരു കണ്ടെയ്നറിൽ ഞാൻ പാകിയത്. ഹണിഡ്യൂ മെലൻ ആകെ 2 എണ്ണേ മുളച്ച് വന്നുള്ളൂ. സമ്മർ ക്രോപ്സിന്റെ എന്തൊക്കെ വിത്തുകളാണ് ഞാൻ പാകിയതെന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പംകിൻ്റെ വിത്തുകൾ മുളച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ട്രെയിൽ കുക്കുംബറിന്റെ വിത്തുകളും വാട്ടർമെലന്റെ വിത്തുകളും ചീര വിത്തുകളാണ് കേട്ടോ പാകിയിരിക്കുന്നത്. 5 ടൈപ്പ് സാലഡ് കുക്കുംബറും ഒരു വെള്ളരിയുടെ വിത്തുമാണ് കേട്ടോ പാകിയിരുന്നത്. അതെല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. വാട്ടർമെലന്റെ വിത്തുകൾ മുളച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ ചീര വിത്തുകളാണെങ്കിൽ എല്ലാം തന്നെ അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. റെഡ് റോസ് ചീര, റെഡ് ചീര, സുന്ദരി ചീര, പാൽ ചീര, പച്ചച്ചീര, മയിൽപ്പീലി ചീര ഇത്രയും വിത്തുകളാണ് കേട്ടോ ഞാൻ പാകിയിരുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ട്രെയിൽ പടവലങ്ങ, കുമ്പളങ്ങ, പാവയ്ക്കയുടെ വിത്തുകളും വെണ്ടയ്ക്കയുടെ വിത്തുകളാണ് കേട്ടോ പാകിയിരിക്കുന്നത്. വെണ്ടയ്ക്കയുടെ വിത്തുകളെല്ലാം തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. പാവയ്ക്ക, കുമ്പളങ്ങ, പടവലങ്ങ ഇതിന്റെ വിത്തുകളൊക്കെ മുള വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളും വിത്തുകളൊക്കെ പാകിയോ? ഇല്ലെങ്കിൽ വേഗം തന്നെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുക.